അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാവണം. വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം. 5 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കുക, കൂടെ ഉത്തരങ്ങളും വായിച്ച് മനസ്സിലാക്കുക. ഓരോ ചോദ്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരങ്ങളാണ് താഴേക്ക് എടുത്ത് എഴുതേണ്ടത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് 5 ചോദ്യങ്ങളാണുള്ളത് എങ്കിലും 6 ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചോദ്യങ്ങൾക്ക് കൃത്യമായ ആൻസർ എടുത്ത് എഴുതുക. ബാക്കി വരുന്ന ഒന്നും ചെയ്യേണ്ട, അത് മെയിൻ ചെയ്യാതെ വിടുക. ഇനി ഓപ്ഷൻസുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജറാദ്, മുസ്തഹബ്, വുളൂഇൻ്റെ സുന്നത്ത്, ഹറാമ്, മുത്തനജ്ജിസ്, ത്വാഹിർ. ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത്. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സുന്നത്തിനുള്ള മറ്റൊരു പേര്. സുന്നത്തിനുള്ള മറ്റൊരു പേര് ബ്രാക്കറ്റിലുണ്ട്. അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി പേജ് നമ്പർ 3 തുറക്കുക. ഒന്നാമത്തെ പാഠത്തിലെ 4ാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു, അസുന്നത്തു. സുന്നത്ത് എന്നാൽ എന്തെന്ന് ആദ്യം പറയുന്നുണ്ട്. അതിൻ്റെ താഴെ ഉദാഹരണം പറഞ്ഞിട്ട് അത് നോക്കൂ. ഇതിന് മന്ദൂബ്, തതവ്വുഅ്, നഫ്ല്, മുസ്തഹബ് എന്നെല്ലാം പേരുണ്ട്. നമ്മുടെ ഓപ്ഷൻസുകളിൽ മുസ്തഹബ് എന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. രണ്ടാമത്തെ ചോദ്യം എന്താ? നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് പറയും. നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് പറയും. അതിൻ്റെ പേരെന്താണെന്ന് ബ്രാക്കറ്റിലുണ്ട്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 7 തുറന്നു നോക്കുക. 3ാമത്തെ പാഠം അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തത് പറയുന്നു. 4ാമത്തെ പാരഗ്രാഫ് നജിസു എന്ന് പറഞ്ഞിട്ട് എന്താണ് നജിസ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ തൊട്ടു താഴെ മുസ്തഅമലായ വെള്ളം എന്നാൽ എന്ത് എന്നും പറയുന്നുണ്ട്. അതിന് ശേഷമുള്ളത് നോക്കൂ. അഥവാ നജിസ് എന്നുള്ള പാരഗ്രാഫിൻ്റെ 3ാമത്തെ വരിയിൽ നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുത്തനജ്ജിസ് എന്നും പറയും. അപ്പോൾ നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് എന്താ പറയുക? മുത്തനജ്ജിസ് എന്നാണ് പറയുക. നമ്മളെ ഓപ്ഷൻസുകൾ മുത്തനജ്ജിസ് ഉണ്ട്. അതാണ് അവിടുത്തെ ആൻസർ. 3ാമത്തെ ചോദ്യം, നജസല്ലാത്ത ശവമാണ്. നജസല്ലാത്ത ശവമാണ്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 9 തുറക്കുക. 4ാമത്തെ പാഠത്തിലെ അവിടെ 2ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് മുത്തവസ്സിത്തായ നജസുകൾ ഏതൊക്കെയെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അതിലെ 2ാമത്തെ വരി നോക്കൂ. മനുഷ്യൻ, മത്സ്യം, ജറാദ് അഥവാ വെട്ടുകിളി, ഇവ അല്ലാത്തതിൻ്റെ ശവം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നജസ് അല്ലാത്ത ശവം. ഇവിടെ നമ്മൾ ഓപ്ഷൻസുകളിൽ ജറാദ് ഉണ്ട്. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക, ജറാദ്. 4ാമത്തെ ചോദ്യം എന്താ? ചെവി രണ്ടും തടവൽ. ചെവി രണ്ടും തടവൽ. അതിനോട് യോജിക്കുന്നത് ഏതാ? അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി പേജ് നമ്പർ 13 6ാമത്തെ പാഠം മറിക്കുക. അതിലെ 3ാമത്തെ പാരഗ്രാഫിലെ 2ാമത്തെ വരിയിൽ പറയുന്നുണ്ട്, വീണ്ടും വെള്ളമെടുത്ത് ചെവി രണ്ടും ഒന്നിച്ച് ഉള്ളും പുറവും തടവൽ. ഈ പാഠത്തിൽ നമ്മൾ പറയുന്നതൊക്കെ വുളൂഇൻ്റെ സുന്നത്തുകളാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ചെവി രണ്ടും തടവൽ. ഓപ്ഷൻസുകളിൽ വുളൂഇൻ്റെ സുന്നത്ത് എന്നുണ്ട്. അതാണ് അതിൻ്റെ ആൻസർ. 5ാമത്തെ ചോദ്യം, ഹയലുകാരിയെ ത്വലാഖ് ചൊല്ലൽ. ഹയലുകാരിയായ സ്ത്രീയെ ത്വലാഖ് ചൊല്ലൽ. അതിനോട് യോജിക്കുന്ന ഉത്തരം ഏതാ? അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി പേജ് നമ്പർ 17 തുറക്കുക. അതിലെ 7ാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്തത് പറയുന്നു, ഹൈലോ നിഫാസോ ഉള്ള അവസരം, പിന്നെ ഹറാമായ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ 3ാമത്തെ വരിൻ്റെ അവസാനത പറയുന്നു, അവരെ ത്വലാഖ് ചെല്ലലും ഹറാമാണ്. അപ്പോൾ ഹൈലോ നിഫാസോ ഉള്ള അവസരം, അവരെ ത്വലാഖ് ചെല്ലൽ ഹറാമാണ്. നമ്മുടെ ഓപ്ഷൻസിൽ ഹറാം എന്നുണ്ട്. അതാണ് ഇവിടെ ആൻസറായിട്ട് വരിക. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1ാമത്തെ ചോദ്യം, സുന്നത്തിനുള്ള മറ്റൊരു പേര്. ഉത്തരം മുസ്തഹബ്. 2, നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് പറയും. അതിൻ്റെ ഉത്തരം മുത്തനജ്ജിസ്. 3, നജസ് അല്ലാത്ത ശവമാണ്. ഉത്തരം ജറാദ്. 4, ചെവി രണ്ടും തടവൽ. അതിൻ്റെ ഉത്തരം വുളൂഇൻ്റെ സുന്നത്ത്. 5, ഹയലുകാരിയെ ത്വലാഖ് ചൊല്ലൽ. അതിനോട് യോജിക്കുന്ന ഉത്തരം ഹറാം. ഇനി 2ാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം. 4 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും ഒരു 3 ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം വായിച്ചു നോക്കുക, ഉത്തരം അതിൻ്റെ കൂടെ വായിക്കുക. ഏറ്റവും കറക്റ്റ് ഉത്തരം ഏതാണോ ആ കള്ളിയിൽ ശരിയിടുക. ശരിയിടുമ്പോൾ അടുത്ത കള്ളിക്ക് മാറാതിരിക്കാനും
അതുപോലെ തന്നെ ശരി ഈ കല്ലിൻ്റെ പുറത്ത് പോകാതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി ശരിയിടണം. ഒന്നാമത്തെ ചോദ്യം ഇവിടെ തയമ്മുമിൻ്റെ ഫർളാണ്. തയമ്മുമിൻ്റെ ഫർളാണ്. ഇവിടെ 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെ? തുടരെ ചെയ്യൽ, സമയമാവൽ, നിയ്യത്ത് ചെയ്യൽ. ഇതിലേതാണ് തയമ്മുമിൻ്റെ ഫർള്? അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി പേജ് നമ്പർ 18 തുറക്കുക. 8ാമത്തെ പാഠം. അതിൽ 3ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് തയമ്മുമിൻ്റെ ഫർളുകൾ 6 ആകുന്നു. 1 നിയ്യത്ത് പറയുന്നു. 2 വരി താഴെ മണ്ണ് അടിച്ചെടുക്കൽ എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കി ഫർളുകളൊക്കെ അതിൻ്റെ പിന്നാലെ പറയുന്നുണ്ട്. പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക. ഏതാണ് ചോദ്യം വരിക എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഇവിടെ നമ്മുടെ ഓപ്ഷൻസുകളിൽ നിയ്യത്ത് ചെയ്യൽ എന്നുണ്ട്. അപ്പോൾ അതാണ് ടിക്ക് ചെയ്യേണ്ടത്. ഇനി 2ാമത്തത് 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരമാണ്. 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരമാണ്. ഏത്? തറാവീഹ്, സുബ്ഹ്, വിത്ർ. ഇതിലേതാണ് 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരം? അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി പേജ് നമ്പർ 21 9ാമത്തെ പാഠത്തിൽ പിന്നെ 2ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനത പറയുന്നു സുബ്ഹ്, ജുമുഅ എന്നിവക്ക് 2 ബാങ്ക് സുന്നത്തുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരം. ഇവിടെ ഓപ്ഷൻസുകളിൽ സുബ്ഹ് ഉണ്ട്. അതാണ് ശരിയിടേണ്ടത്. 3ാമത്തെ ചോദ്യം നോക്കൂ. ചെരിഞ്ഞു കിടന്ന് ളുഹാ നിസ്കരിക്കൽ. ചെരിഞ്ഞ് കിടന്ന് ളുഹാ നിസ്കരിക്കൽ അത് സുന്നത്താണോ കറാഹത്താണോ ജായിസാണോ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ളുഹ എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരമാണല്ലോ. അപ്പോൾ ചെരിഞ്ഞ് കിടന്ന് ഒരു സുന്നത്തായ നിസ്കാരം നിർവഹിക്കൽ എന്താണ്? സുന്നത്താണോ കറാഹത്താണോ ജായിസാണോ? ഇനി അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 26 തുറന്നു നോക്കുക. 11ാമത്തെ പാഠത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് കാരണമില്ലാതെ ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കൽ കറാഹത്താണ്. ഫർള് അല്ലാത്ത നിസ്കാരം നിൽക്കാൻ കഴിവുള്ളവർക്കും ഇരുന്നും ചെരിഞ്ഞു കിടന്നും നിസ്കരിക്കാം. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ചെരിഞ്ഞു കിടന്ന് ളുഹ നിസ്കരിക്കൽ. ളുഹ സുന്നത്താണല്ലോ. അപ്പോൾ ചെരിഞ്ഞു കിടന്ന് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കൽ എന്താണ്? നിസ്കരിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിധി ജായിസ് എന്നാണ്. നമ്മളെ ഓപ്ഷൻസുകളിൽ ജായിസ് ഉണ്ട്. അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. ഇനി 4ാമത്തത് എന്താ? ഫാത്തിഹക്ക് മുമ്പ് സുന്നത്താണ്. ഫാത്തിഹ ഓതുന്നതിൻ്റെ മുമ്പ് സുന്നത്തായ ഒരു കാര്യം എന്താണ് അതിലുള്ളത്? ബിസ്മി, അഊദു, സൂറത്ത്. ഇതിലേതാണ് ഫാത്തിഹക്ക് മുമ്പ് ഓതേണ്ടത് സുന്നത്തുള്ളത്? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 28 തുറന്നു നോക്കുക. 12ാമത്തെ പാഠത്തിൽ 2ാമത്തെ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ തന്നെ അതാണ് പറയുന്നത്. ഫാത്തിഹയുടെ മുമ്പ് അഊദും പിന്നെ അതിനു മുമ്പ് 1 റക്അത്തിൽ വജ്ജഹത്ത് ഓതുക. അങ്ങനെ കുറച്ച് സുന്നത്തുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ചോദ്യം ഫാത്തിഹയ്ക്ക് മുമ്പ് സുന്നത്താണ് എന്ത് എന്നാണ്. ഫാത്തിഹയ്ക്ക് മുമ്പ് സുന്നത്താണ്. ഓപ്ഷൻസുകളിൽ അഊദുണ്ട്. അതാണ് ഇവിടെ ടിക്ക് ചെയ്യേണ്ടത്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1 തയമ്മുമിൻ്റെ ഫർളാണ് നിയ്യത്ത് ചെയ്യൽ. 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരമാണ് സുബ്ഹ്. 3 ചെരിഞ്ഞു കിടന്ന് ളുഹ നിസ്കരിക്കൽ ജായിസ്. 4 ഫാത്തിഹയ്ക്ക് മുമ്പ് സുന്നത്താണ് അഊദു. 3ാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. 5 ചോദ്യങ്ങളാണുള്ളത്. തുടക്കവിടെ ഉണ്ട്. ഇടയിൽ ആയിട്ട് ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അവസാന ഭാഗവും അവിടെ ഉണ്ട്. 1ാമത്തേത് നോക്കൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ഡാഷ് അന്നാർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ഡാഷ് അന്നാർ. അതിൻ്റെ ഇടയിൽ കുറച്ച് ഭാഗം വിട്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നമുക്കറിയാം. നമ്മളെ പുസ്തകത്തിലൊന്നും പറയുന്നില്ലെങ്കിലും മുമ്പ് പഠിച്ചതാണ്. അത്തഹിയാത്തിലുണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ. അപ്പോൾ നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മിൻ അദാബിൽ ഖബരി വമിൻ അദാബി എന്നാണ്. 2ാമത്തത് ഉസല്ലി ഫർള സുബ്ഹി ഡാഷ് ലില്ലാഹി തആല. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താം. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 24 തുറക്കുക. 10ാമത്തെ പാഠം. അതിൻ്റെ അവസാനം കുറച്ച് നിയ്യത്തുകൾ പറയുന്നുണ്ട്. അതിൽ 1ാമത്തെ നോക്കൂ. ഉസല്ലി ഫർള സുബ്ഹി റക്അതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. അപ്പോൾ നമ്മളിവിടെ ഉസല്ലി ഫർള സുബ്ഹി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് റക്അതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ എന്നാണ്. ലില്ലാഹി തആല എന്നവിടെ ഉണ്ട്. 3ാമത്തത് നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ ഡാഷ് നിസ്കരിക്കുന്നവരായിരുന്നു. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ ഡാഷ് നിസ്കരിക്കുന്നവർ ആയിരുന്നു. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 38 17ാമത്തെ പാഠം. അതിൻ്റെ അവസാനം ഒരു ഹദീസ് പറയുന്നുണ്ട്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റക്അത്തൻ സിവൽ വിത്രി. കാണാൻ പഠിക്കേണ്ടതാണ് ഇതൊക്കെ.
അതിൻ്റെ അർത്ഥമാണ് നമ്മളെ ചോദ്യത്തിൽ വരുന്നത്. എന്താ? നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുന്നവർ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ എന്നുണ്ട്, നമ്മൾ ചേർത്തെടുക്കേണ്ടത് വിത്ർ കൂടാതെ 20 റക്അത്ത് അതാണ് ചേർക്കേണ്ടത്. നിസ്കരിക്കുന്നവർ ആയിരുന്നു എന്നവിടെ ഉണ്ട്. ഇനി നാലാമത്തെ ചോദ്യം, 2 പെരുന്നാൾ നിസ്കാരം ഈ ഡാഷ് പെട്ടതാണ്. 2 പെരുന്നാൾ നിസ്കാരം ഈ ഡാഷ് പെട്ടതാണ്. എന്താണ് അവിടെ അതിൻ്റെ ഇടയിൽ ചേർക്കേണ്ടത്? അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 40 തുറക്കുക. 18ാമത്തെ പാഠം ആദ്യം തന്നെ അത് പറയുന്നു, 2 പെരുന്നാൾ നിസ്കാരം ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയിൽ പെട്ടതാണ്. അപ്പോൾ ഇവിടെ 2 പെരുന്നാൾ നിസ്കാരം എന്നുണ്ട്, 2 പെരുന്നാൾ നിസ്കാരം ഈ എന്നുണ്ട്. ഉമ്മത്തിൻ്റെ പ്രത്യേകതയിൽ എന്നാണ് നമ്മൾ ചേർത്തെടുക്കേണ്ടത്, പെട്ടതാണ് എന്നവിടെ ഉണ്ട്. ഇനി 5ാമത്തത്, ജം എന്നാൽ ഡാഷ് എന്നിവ രണ്ടിലൊന്നിൻ്റെയും ഡാഷ് എന്നിവ രണ്ടിലൊന്നിൻ്റെയും സമയത്ത് നിസ്കരിക്കലാണ്. അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി പേജ് നമ്പർ 42 തുറക്കുക. 19ാമത്തെ പാഠം അതിലെ 2ാമത്തെ വരിയിലെ ഏകദേശം അവസാനത പറയുന്നു, ജംഅ് എന്നാൽ ളുഹർ അസർ എന്നിവ രണ്ടിലൊന്നിൻ്റെയും മഗ്രിബ് ഇശാ എന്നിവ രണ്ടിലൊന്നിൻ്റെയും സമയത്ത് നിസ്കരിക്കലാണ്. അപ്പം നമ്മുടെ ചോദ്യത്തിൽ ജംഅ് എന്നാൽ എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്തെടുക്കേണ്ടത് ളുഹർ അസർ അതാണ് ആദ്യം ചേർക്കേണ്ടത്. പിന്നെ എന്നിവ രണ്ടിലൊന്നിൻ്റെയും അവിടെ ഉണ്ട്. പിന്നെ ചേർക്കേണ്ടത് മഗ്രിബ് ഇശാ എന്നാണ് ചേർക്കേണ്ടത്. എന്നിവ രണ്ടിലൊന്നിൻ്റെയും സമയത്ത് നിസ്കരിക്കലാണ്. ഉത്തരങ്ങളൊന്നുകൂടി പറയാം. 1, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ. 2, ഉസല്ലി ഫർള സുബ്ഹി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. 3, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുന്നവർ ആയിരുന്നു. 4, 2 പെരുന്നാൾ നിസ്കാരം ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയിൽ പെട്ടതാണ്. 5, ജംഅ് എന്നാൽ ളുഹർ അസർ എന്നിവ രണ്ടിലൊന്നിൻ്റെയും മഗ്രിബ് ഇശാ എന്നിവ രണ്ടിലൊന്നിൻ്റെയും സമയത്ത് നിസ്കരിക്കലാണ്. ഇനി 4ാമത്തെ ആക്ടിവിറ്റി, ഹുക്മ് എഴുതാം. ഹുക്മ് പറഞ്ഞാൽ വിധി എഴുതാനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ 1ാമത്തെ പാഠത്തിൽ തന്നെ ഏതൊക്കെയാണ് ശർഈയായ വിധികൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വാജിബ്, ഹറാം, സുന്നത്ത്, കറാഹത്ത്, ഹലാലൊക്കെ വരാം. അതിന് വേറെ പേരുകളുണ്ട് ചിലതിന്. പിന്നെ ഫർള് വരാം, അതേപോലെ ജായിസ്, ഇങ്ങനെയൊക്കെ വരാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഓരോന്നും ചോദ്യങ്ങൾ വായിച്ചു നോക്കി അതിനോട് യോജിക്കുന്ന ഹുക്മാണ് എഴുതേണ്ടത്. ഇവിടെ 5 ചോദ്യങ്ങളാണുള്ളത്. 1ാമത്തേത്, ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ. നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ, അതിൻ്റെ വിധി എന്താണ്? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 14 6ാമത്തെ പാഠം ഈ പേജിൽ 3ാമത്തെ പാരഗ്രാഫ് അഥവാ മിസ്വാക്ക് സുന്നത്തായ സമയങ്ങൾ പറയുന്നുണ്ട്. എല്ലാ നിസ്കാരത്തിനും വുളൂഇനും ഖുർആന് ഹദീസ് ശർഈയായ ഇൽമ് എന്നിവയുടെ പാരായണത്തിനും വായ പകർച്ചയായ സമയത്തും ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴും ഉറക്കിൽ നിന്ന് ഉണർന്നാലും മരണമാസന്നമായ അവസരത്തിൽ മിസ്വാക്ക് മുഅക്കദായ സുന്നത്താണ്. അപ്പോൾ അതിൽ ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ എന്നാണ് നമ്മളെ ചോദ്യം. അത് സുന്നത്ത് എന്നാണ് ആൻസർ. ഇനി 2ാമത്തേത്, ഹൈലുകാരി നോമ്പനുഷ്ഠിക്കൽ. ഹൈലുള്ള സ്ത്രീ, ഹൈലുള്ള പെണ്ണ് നോമ്പനുഷ്ഠിക്കൽ, അതിൻ്റെ വിധി എന്താ? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 17 തുറന്നു നോക്കുക. 7ാമത്തെ പാഠത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് അത് പറയുന്നത് 17ാമത്തെ പേജിൽ ആദ്യ ഭാഗത്ത് ഹൈലോ നിഫാസോ ഉള്ള അവസരം, പിന്നെ നിസ്കാരം, നോമ്പ്, സുജൂദ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഹറാമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെ നമുക്കിവിടെ ആൻസർ എന്താണ് വരിക? ഹൈലുകാരി നോമ്പനുഷ്ഠിക്കൽ എന്താണ്? ഹറാമ എന്നാണ് ഉത്തരം. 3ാമത്തേത്, നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് സുന്നത്ത് നിസ്കരിക്കൽ. നിൽക്കാൻ കഴിയുന്ന ആൾ ഇരുന്നിട്ട് സുന്നത്ത് നിസ്കരിക്കൽ, അതിൻ്റെ വിധി എന്താണ്? ഫർളല്ല, സുന്നത്താണ്. ക്വസ്റ്റ്യൻ നേരെ വായിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി പേജ് നമ്പർ 26 11ാമത്തെ പാഠം ആ പാഠത്തിൽ ലാസ്റ്റ് ഭാഗത്തത് പറയുന്നു. ആ പേജിൽ കാരണമില്ലാതെ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞെടുക്കൽ കറാഹത്താണ്. ഫർള് അല്ലാത്ത നിസ്കാരം നിൽക്കാൻ കഴിയുന്നവർക്കും ഇരുന്നും തിരിഞ്ഞും കിടന്ന് നിസ്കരിക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ ചോദ്യം എന്താ? നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് സുന്നത്ത് നിസ്കരിക്കലാണ്. നിൽക്കാൻ കഴിവുള്ളവന് ഇരുന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കാം എന്നിവിടെ പറഞ്ഞല്ലോ. അപ്പോൾ ജായിസ് ആണ് അതിൻ്റെ ആൻസർ. ജായിസ് എന്ന് എഴുതാം. ഇനി 4ാമത്തേത്, ഖൗലിയായ ഫർളുകൾ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കൽ. ഖൗലിയായ ഫർളുകൾ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ നമ്മൾ തൊള്ള കൊണ്ട് പറയേണ്ട ഫർളുകളുണ്ടല്ലോ, അത് സ്വന്തം ശരീരത്തെ തന്നെ കേൾപ്പിക്കൽ, അതിൻ്റെ വിധി എന്താണ്?
അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 28 തുറക്കുക. അതിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ അവസാനത്തെ വരി നോക്കൂ. ഫാത്തിഹ, മറ്റ് കൗലിയായ ഫർളുകൾ എന്നിവ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കൽ നിർബന്ധമാണ്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കൗലിയായ ഫർളുകൾ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കൽ. അപ്പോൾ നിർബന്ധം എന്ന് എഴുതാം, അല്ലെങ്കിൽ വാജിബ് എന്നൊക്കെ ആൻസർ എഴുതാം. ഇനി അഞ്ചാമത്തെ ചോദ്യം, തലമറക്കാതെ നിസ്കരിക്കൽ. തലമറക്കാതെ നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. തലയും ചുമലൊക്കെ തുറന്നിട്ട് നിസ്കരിക്കുന്നതിൻ്റെ വിധി പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചോദ്യം തലമറക്കാതെ നിസ്കരിക്കൽ. എന്താ അതിൻ്റെ വിധി? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 3 ഒന്നാമത്തെ പാഠത്തിൽ പിന്നെ അഹ്കാമു ശറഇയ്യയിൽ കറാഹത്ത് പറയുന്നുണ്ടല്ലോ അവസാനത്തിൻ്റെ തൊട്ട് മുമ്പ്. അതെന്താണ് കറാഹത്ത് എന്ന് പറഞ്ഞിട്ട് ഉദാഹരണത പറയുന്നു. നിസ്കാരത്തിൽ തല തുറന്നിടുക. അപ്പോൾ നമ്മളിവിടെ ചോദ്യം എന്താ? തല മറക്കാതെ നിസ്കരിക്കൽ. രണ്ടും തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിധി എന്താണ്? കറാഹത്ത്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1. ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത്. 2. ഹൈലുകാരി നോമ്പനുഷ്ഠിക്കൽ ഹറാമ്. 3. നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് സുന്നത്ത് നിസ്കരിക്കൽ ജായിസ്. 4. കൗലിയായ ഫർളുകൾ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കൽ വാജിബ്. 5. തലമറക്കാതെ നിസ്കരിക്കൽ കറാഹത്ത്. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. 5 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായി ഉത്തരങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, വെള്ളിയാഴ്ച സുബഹിയിൽ ഓതേണ്ട സൂറത്തുകൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചില നിസ്കാരങ്ങളിലെ 1-2 റക്അത്തുകളിലൊക്കെ ഓതേണ്ട സൂറത്തുകൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ വെള്ളിയാഴ്ച സുബഹിയിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയെന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 28 തുറക്കുക. 12ാമത്തെ പാഠത്തിൽ അവസാനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള പാരഗ്രാഫിലാണ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്. വെള്ളിയാഴ്ച രാവ് ഇശായിലും ജുമയിലും സൂറത്തുൽ ജുമ, സൂറത്തുൽ മുനാഫിക്കൂൻ അല്ലെങ്കിൽ സൂറത്തുൽ ആല, സൂറത്തുൽ ഗാഷിയ ഓതുക. അടുത്തതാണ് നമ്മളെ ചോദ്യം. വെള്ളിയാഴ്ച സുബഹിൽ സൂറത്തു സജദ, സൂറത്തു ദഹർ ഓതുക. വെള്ളിയാഴ്ച സുബഹിയിലെ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ്? സൂറത്തു സജദ, സൂറത്തു ദഹർ. രണ്ടാമത്തെ ചോദ്യം എന്താ? കുനൂത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾ. കുനൂത്ത് ഓതൽ സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ ഉത്തരം കിട്ടാൻ പേജ് നമ്പർ 30 തുറക്കുക. 13ാമത്തെ പാഠത്തിൽ 6 അൽ-ഇഅ്തിദാലു എന്നുണ്ടല്ലോ. അതിൻ്റെ അവസാന ഭാഗത്തതാ സുബ്ഹ് നിസ്കാരത്തിലും റമദാൻ അവസാന പകുതിയിലെ വിത്റിൻ്റെ അവസാനത്തെ ഇഅ്തിദാലിലും കുനൂത്ത് ഓതലും സുന്നത്താണ്. അപ്പോൾ നമ്മുടെ ചോദ്യം കുനൂത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളാണ്. അപ്പോൾ ചുരുക്കി എഴുതാണെങ്കിൽ ഇങ്ങനെ എഴുതാം: സുബ്ഹ്, റമദാനിലെ വിത്ർ, അങ്ങനെ എഴുതാം. ഇനി മൂന്നാമത്തത് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം സുന്നത്തുള്ള അവസരങ്ങൾ. നിസ്കാരത്തിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തും തവർറുക്കിൻ്റെ ഇരുത്തൊക്കെ എപ്പോഴൊക്കെയാണ് ഇരിക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ചോദ്യം ഇവിടെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം സുന്നത്തുള്ള അവസരങ്ങൾ എപ്പോഴൊക്കെയാണ് ഇരിക്കേണ്ടത് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 32 തുറക്കുക. 14ാമത്തെ പാഠത്തിൽ 8ാമത്തെ നിസ്കാരത്തിൻ്റെ ഫർളത അൽ ജുലൂസ് ബൈന സജദത്തൈനി, 2 സുജൂദിൻ്റെ ഇടയിൽ ഇരിക്കൽ. അതിൻ്റെ താഴെയുള്ള ശ്രദ്ധിക്കൂ. അവസാനത്തെ അത്തഹിയാത്തിനുള്ള ഇരുത്തം ഒഴിച്ചുള്ള നിസ്കാരത്തിലെ എല്ലാ ഇരുത്തത്തിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് സുന്നത്ത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ? ഇഫ്തിറാഷിൻ്റെ ഇരുത്തം സുന്നത്തുള്ള അവസരങ്ങൾ എങ്ങനെ എഴുതാം? അവസാനത്തെ അത്തഹിയാത്തിലുള്ള ഇരുത്തം ഒഴിച്ചുള്ള നിസ്കാരത്തിലെ എല്ലാ ഇരുത്തത്തിലും. ആ ഇരുത്തങ്ങൾ ഏതൊക്കെയെന്ന് എഴുതുകയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം: 1-ാം തശഹുദ്, ജുലൂസ്, പിന്നെ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം, സഹവിൻ്റെ സുജൂദ് ചെയ്യാനുണ്ടെങ്കിൽ അവസാനത്തെ തഹിയാത്തിൽ ഇരുത്തം. ഇവിടെയൊക്കെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം തന്നെയാണ് സുന്നത്തുള്ളത്. ഈ 2 രൂപത്തിലും ആൻസർ എഴുതാം. 4ാമത്തെ ചോദ്യം അൽ-ഇഅ്തിദാലു. ഇഅ്തിദാൽ എന്നാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റുക്കൂ, ഇഅ്തിദാലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇഅ്തിദാൽ എന്താണ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 30 തുറക്കുക. 13ാമത്തെ പാഠത്തിൽ 6ാമത്തെ അൽ-ഇഅ്തിദാലു എന്ന് കൊടുത്തിട്ട് എന്താണ് ഇഅ്തിദാൽ എന്ന് പറയുന്നുണ്ട്. എന്താ? റുക്കോയിൻ്റെ മുമ്പ് അവനുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് ഇഅ്തിദാൽ. അപ്പോൾ റുക്കോയിൻ്റെ മുമ്പ് അവനുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങൽ എന്നെഴുതാം. 5ാമത്തത് പതുക്കെ ഓതൽ സുന്നത്തുള്ള ഫർള് നിസ്കാരങ്ങൾ. നമ്മൾ പതുക്കെ ഓതൽ, ഉറക്കനല്ല, പതുക്കെ ഓതൽ സുന്നത്തുള്ള ഫർള് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? അതാണ് അവിടെ എഴുതേണ്ടത്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 36 16ാമത്തെ പാഠം അതിലെ 2ാമത്തെ പാരഗ്രാഫിൽ 2ാമത്തെ വരി നോക്കൂ. ജുമുഅ, തറാവീഹ്, റമദാനിലെ വിത്ർ, ചന്ദ്രഗ്രഹണ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, സുബ്ഹ് എന്നിവയിലും
മഗ്രിബ് ഇശാ എന്നിവയുടെ ആദ്യത്തെ 2 റക്അത്തുകളിലും ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഉറക്കെ ഓതൽ സുന്നത്തുകളാണ്. മറ്റു നിസ്കാരങ്ങളിൽ പതുക്കെ ഓതൽ. അപ്പോൾ ഇവിടെ നമ്മളെ ചോദ്യം പതുക്കെ ഓതൽ സുന്നത്തുള്ള ഫർള് നിസ്കാരങ്ങളാണ്. അപ്പോൾ ഇവിടെ സുബ്ഹും മഗ്രിബും ഇശാഉം ഇവിടെ പറഞ്ഞു, ഇപ്പോൾ ഉറക്കനെ ഓതൽ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് ളുഹർ അസർ. ഇതാണ് പതുക്കെ ഓതൽ സുന്നത്തുള്ള ഫർള് നിസ്കാരങ്ങൾ, ളുഹർ അസർ. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1. വെള്ളിയാഴ്ച സുബഹിൽ ഓതേണ്ട സൂറത്തുകൾ: സൂറത്തു സജദ, സൂറത്തു ദഹർ. 2. ഖുനൂത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾ: സുബ്ഹ്, റമളാനിലെ ഫിത്ർ. 3. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം സുന്നത്തുള്ള അവസരങ്ങൾ: അവസാനത്തെ അത്തഹിയാത്തിലുള്ള ഇരുത്തം ഒഴിച്ചുള്ള നിസ്കാരത്തിലെ എല്ലാ ഇരുത്തത്തിലും. 4. എഅ്തിദാൽ, റുക്കൂഇൻ്റെ മുമ്പ് അവനുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങൽ. 5. പതുക്കെ ഓതൽ സുന്നത്തുള്ള ഫർള് നിസ്കാരങ്ങൾ: ളുഹർ, അസർ. ഇനി 6ാമത്തെ ആക്ടിവിറ്റി ആശയം എഴുതാം. ആശയം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ അർത്ഥമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, അതാണ് എഴുതേണ്ടത്. ഇവിടെ 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തത് ലാ സ്വലാത്ത ലിമല്ലം യഖ്റഉ ബി ഫാത്തിഹത്തിൽ കിതാബി. ലാ സ്വലാത്ത ലിമല്ലം യഖ്റഉ ബി ഫാത്തിഹത്തിൽ കിതാബി. എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചത്? അതിൻ്റെ അർത്ഥം കാണാൻ വേണ്ടി പേജ് നമ്പർ 29 തുറക്കുക. അഥവാ 12ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്തിൽ ഏറ്റവും അവസാനം അത് പറയുന്നു. 5ാമത്തെ വർക്കായിട്ട് ഒരു ഹദീസ് നമുക്ക് പഠിക്കാം. ലാ സ്വലാത്ത ലിമല്ലം യഖ്റഉ ബി ഫാത്തിഹത്തിൽ കിതാബി. അതിൻ്റെ അർത്ഥം എൻ്റെ തൊട്ട് താഴെ പറയുന്നു, ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. അപ്പോൾ ഇതിൻ്റെ ആശയം എന്താണ്? ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. 2ാമത്തത് ഇദാ ഹളറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും. ഇദാ ഹളറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും. ഇതിൻ്റെ അർത്ഥം എന്താ? ഇനി അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 21 തുറക്കുക. 9ാമത്തെ പാഠം. അതിൽ 2ാമത്തെ പാരഗ്രാഫിൽ ആ ഹദീസ് പറയുന്നുണ്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹളറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും. നമുക്കങ്ങനെ അതിൻ്റെ ആശയം എഴുതാം. നിസ്കാരത്തിൻ്റെ സമയം ഹാളിറായാൽ നിങ്ങളിൽ നിന്നുള്ള ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് കൊടുക്കുക. നിസ്കാരത്തിൻ്റെ സമയം ഹാളിറായാൽ, ഹാജറായാൽ എന്ന് എഴുതാൻ കുഴപ്പമില്ല. നിങ്ങളിൽ നിന്നുള്ള ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് കൊടുക്കുക എന്നോ കൊടുക്കട്ടെ എന്നൊക്കെ ഇതാം. ഒന്നും കൂടി പറയാം. 1. ലാ സ്വലാത്ത ലിമല്ലം യഖ്റഉ ബി ഫാത്തിഹത്തിൽ കിതാബി. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. 2. ഇദാ ഹളറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും. നിസ്കാരത്തിൻ്റെ സമയം ഹാളിറായാൽ നിങ്ങളിൽ നിന്നുള്ള ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് കൊടുക്കുക. ഇനി 7ാമത്തെ ആക്ടിവിറ്റി യോജിച്ച സ്ഥാനത്ത് എഴുതാം. യോജിച്ച സ്ഥാനത്ത് എഴുതാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 കള്ളികളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഖുതുബയുടെ ഷറത്ത്, അതേപോലെ അപ്പുറത്ത് ഖുതുബയുടെ ഫർള്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കള്ളിയിൽ ഖുതുബയുടെ ഷർത്തും ഫർളുകളൊക്കെ മിക്സഡായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും വായിച്ചു നോക്കിയിട്ട് ഖുതുബയുടെ ഷർത്ത് ഏതാണ് വെച്ചാൽ ആ കള്ളിയിലേക്ക് താഴേക്ക് എടുത്ത് എഴുതുക. പിന്നെ ഖുതുബയുടെ ഫർള് ഏതാണെങ്കിൽ അത് അതിൻ്റെ താഴെ കള്ളിയിൽ എഴുതുക. ഇവിടെ ഔറത്ത് മറക്കുക, അള്ളാഹുവിനെ സ്തുതിക്കുക, പുരുഷനായിരിക്കുക, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക, ളുഹറിൻ്റെ സമയത്തായിരിക്കുക, 2-ലൊരു ഖുതുബയിൽ ഒരു ആയത്ത് ഓതുക. ഇതൊക്കെയാണ് ഇവിടെ ഓപ്ഷൻസുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോന്നും വായിച്ചു നോക്കിയിട്ട് ഖുതുബയുടെ ഷർത്തിൻ്റെ കള്ളിയിൽ അതൊക്കെ എഴുതുക. ഖുതുബയുടെ ഫർളിൻ്റെ കള്ളിയിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതെടുത്ത് എഴുതുക. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമുക്ക് പേജ് നമ്പർ 46 തുറന്നു നോക്കുക. 21ാമത്തെ പാഠം. അതിൻ്റെ 2ാമത്തെ വരിയിൽ പറയുന്നുണ്ട് ഖുതുബയുടെ ഷർത്തുകൾ നമ്പർ ഇട്ടിട്ട് 9 ഷർത്തുകൾ പറയുന്നുണ്ട്. ജുമയുടെ അഹലുകാരായ 40 ആളുകളെ കേൾപ്പിക്കുക, അറബി ഭാഷയിലായിരിക്കുക, കഴിവുള്ളവൻ നിൽക്കുക, ഔറത്ത് മറക്കുക, ശുദ്ധി ഉണ്ടായിരിക്കുക, 2 ഖുതുബയുടെ ഇടയിലിരിക്കുക, തുടർച്ചയായിരിക്കുക, ളുഹറിൻ്റെ സമയത്തായിരിക്കുക, ഖത്തീബ് പുരുഷനായിരിക്കുക. ഇതൊക്കെയാണ് ഖുതുബയുടെ ഷർത്തുകൾ. പിന്നെ ഖുതുബയുടെ ഫർളുകൾ അതിൻ്റെ താഴെതാ. ഖുതുബയുടെ ഫർളുകൾ: 1. അള്ളാഹുവിനെ സ്തുതിക്കുക. 2. നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലുക. 3. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക. 4. 2-ലൊരു ഖുതുബയിൽ അർത്ഥപൂർണ്ണമായ ഒരു ആയത്ത് ഓതുക. 5. 2-ാം ഖുതുബയിൽ മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇതൊക്കെയാണ് ഷർത്തും ഫർളുള്ളത്. ഇനി നമ്മുടെ ഓപ്ഷൻസുകളിൽ ഏതൊക്കെയാണുള്ളത്? ഔറത്ത് മറക്കൽ ഒന്നാമത്തത്, അത് ഖുതുബയുടെ ഷർത്താണ്. പിന്നെ അള്ളാഹുവിനെ സ്തുതിക്കുക, അത് ഫർളാണ്. പിന്നെ പുരുഷനായിരിക്കുക, അത് ഷർത്താണ്.
തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക ഫർളാണ്. പിന്നെ ളുഹറിൻ്റെ സമയത്തായിരിക്കുക ഷർത്താണ്. രണ്ടിലൊരു ഖുതുബയിൽ ഒരു ആയത്ത് ഓതുക അത് ഫർളാണ്. അപ്പോൾ ഖുതുബയുടെ ഷർത്ത് എന്നുള്ള കോളത്തിൽ ഔറത്ത് മറക്കുക, പുരുഷനായിരിക്കുക, ളുഹറിൻ്റെ സമയത്തായിരിക്കുക, ഇതൊക്കെയാണ് വേണ്ടത്. ഖുതുബയുടെ ഫർള് എന്നുള്ള കോളത്തിൽ ഏതൊക്കെ വേണം? അള്ളാഹുവിനെ സ്തുതിക്കുക, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക, രണ്ടിലൊരു ഖുതുബയിൽ ഒരായത്ത് ഓതുക. ഒന്നുകൂടി പറയാം. ഖുതുബയുടെ ഷർത്ത് എന്നുള്ളിടത്ത് ഔറത്ത് മറക്കുക, പുരുഷനായിരിക്കുക, ളുഹറിൻ്റെ സമയത്തായിരിക്കുക. ഖുതുബയുടെ ഫർള് എന്നുള്ളിടത്ത് അള്ളാഹുവിനെ സ്തുതിക്കുക, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക, രണ്ടിലൊരു ഖുതുബയിൽ ഒരായത്ത് ഓതുക. 8ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. 4 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ചോദ്യങ്ങളൊക്കെ ഓരോന്നും വായിച്ചു നോക്കി അതിൻ്റെ ഉത്തരങ്ങൾ ഇതാണ് വേണ്ടത്. ഇവിടെ 1ാമത്തെ ചോദ്യം, വലിയ പെരുന്നാളിന് തക്ബീർ സുന്നത്താണ് എപ്പോൾ? വലിയ പെരുന്നാളിനും അതേപോലെ ചെറിയ പെരുന്നാളിനൊക്കെ നമ്മൾ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ഇവിടെ വലിയ പെരുന്നാളിന് തക്ബീർ സുന്നത്തുള്ള സമയം ഏത് മുതൽ ഏത് വരെ എന്നുള്ളതൊക്കെയാണ് എഴുതി കൊടുക്കേണ്ടത്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 40 18ാമത്തെ പാഠത്തിൽ 2ാമത്തെ പാരഗ്രാഫിലെ 4ാമത്തെ വരിയിൽ അത് പറയുന്നു. വലിയ പെരുന്നാളിന് അറഫ ദിവസം സുബ്ഹ് മുതൽ ദുൽഹിജ്ജ 13 അസർ വരെ എല്ലാ നിസ്കാരങ്ങളുടെയും ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അപ്പോൾ വലിയ പെരുന്നാളിന് തക്ബീർ ചൊല്ലൽ സുന്നത്താണ് എപ്പോൾ? അറഫ ദിവസം സുബ്ഹ് മുതൽ ദുൽഹിജ്ജ 13 അസർ വരെ. 2ാമത്തെ ചോദ്യം, ജംഉ തഖ്ദീം എന്നാൽ എന്ത്? ജംഉ തഖ്ദീമും തഖ്ഖീറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചോദ്യം വന്നത് എന്താണ്? ജംഉ തഖ്ദീം മുന്തിച്ച് ജമാക്കലാണല്ലോ, അത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 42 തുറക്കുക. 9ാമത്തെ പാഠത്തിലെ 2ാമത്തെ പാരഗ്രാഫിൽ എത്ര വിധമാണ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആദ്യം ജംഉ തഖ്ഖീർ പറയുന്നുണ്ട്. ളുഹർ അസറിൻ്റെയും മഗ്രിബ് ഇശാഇൻ്റെയും സമയത്തേക്ക് പിന്തിച്ച് നിസ്കരിക്കൽ. പിന്നെ പറയുന്നത് നോക്കൂ, അസർ ളുഹറിൻ്റെയും ഇശാ മഗ്രിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ചു നിസ്കരിക്കലാണ് ജംഉ തഖ്ദീം. അപ്പോൾ നമ്മളെ ചോദ്യം അതാണ്, ജംഉ തഖ്ദീം എന്നാൽ എന്തെന്നാണ്. അസർ ളുഹറിൻ്റെയും ഇശാ മഗ്രിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കൽ. ഇനി 3ാമത്തത് എന്താ? സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം? സക്കാത്ത് കൊടുക്കുന്നതിന് നമ്മൾ കുറച്ച് ഷർത്തുകൾ പഠിച്ചിട്ടുണ്ട്, അതേതൊക്കെയാണ് എന്നാണ് അവിടെ എഴുതേണ്ടത്. ഇതിൻ്റെ ഉത്തരത്തിന് നമ്മൾ പേജ് നമ്പർ 50 തുറന്നു നോക്കുക. അതിലെ അവസാനത്തെ പാരഗ്രാഫിൻ്റെ തൊട്ടുമുമ്പ് പറയുന്നു, സക്കാത്തുകൾ കൊടുക്കുന്ന സമയത്തോ അവ നീക്കിവെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകളാണ്. അപ്പോൾ സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം? സക്കാത്തുകൾ കൊടുക്കുന്ന സമയത്തോ അവ നീക്കിവെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും. ഈ 2 ഷർത്തുകളാണ് അവിടെ എഴുതേണ്ടത്. 4ാമത്തെ ചോദ്യം, നോമ്പിൻ്റെ ഫർളുകൾ ഏതെല്ലാം? നോമ്പിൻ്റെ ഫർളുകൾ ഏതൊക്കെയെന്നാണ് എഴുതി കൊടുക്കേണ്ടത്. എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 52 24ാമത്തെ പാഠത്തിലെ 2ാമത്തെ പാരഗ്രാഫിലെ 2ാമത്തെ വരിയിൽ അത് പറയുന്നു, നോമ്പിൻ്റെ ഫർളുകൾ 2 1 നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ. അപ്പോൾ 2 ഫർളുകളാണ് ഇവിടെ എഴുതേണ്ടത്. 1 നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1 വലിയ പെരുന്നാളിന് തക്ബീർ സുന്നത്താണ് എപ്പോൾ? അറഫ ദിവസം സുബ്ഹ് മുതൽ ദുൽഹിജ്ജ 13 അസർ വരെ. 2ാമത്തെ ചോദ്യം, ജംഉ തഖ്ദീം എന്നാൽ എന്ത്? അസർ ളുഹറിൻ്റെയും ഇശാ മഗ്രിബിൻ്റെയും സമയത്ത് മുന്തിച്ച് നിസ്കരിക്കലാണ്. 3 സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം? 1 സക്കാത്തുകൾ കൊടുക്കുന്ന സമയത്തോ അവ നീക്കിവെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യുക, 2 അവകാശികൾക്ക് കൊടുക്കൽ, 4 നോമ്പിൻ്റെ ഫർളുകൾ ഏതെല്ലാം? 1 നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ. ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.